ശിവപ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രദോഷവ്രതം. സന്താന സൗഭാഗ്യം, ദുഃഖശമനം, ദാരിദ്ര്യശമനം, ആയുരാരോഗ്യം, ഐശ്വര്യ സത്കീർത്തി വർധന എന്നിവയ്ക്ക് വേണ്ടിയാണ് കൂടുതലായും പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത്. ഏറ്റവും ലളിതമായ രീതിയിൽ അനുഷ്ഠിക്കാവുന്ന വ്രതം എന്ന പ്രത്യേകത കൂടി പ്രദോഷവ്രതത്തിനുണ്ട്. പ്രദോഷവ്രതം എന്നതുകൊണ്ട് ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ത്രയോദശി തിഥി വരുന്ന ദിവസത്തെയാണ് പ്രദോഷമായി കണക്കാക്കപ്പെടുന്നത്. മാസത്തിൽ പ്രധാനമായും 2 പ്രദോഷവ്രതമാണ് ഉണ്ടാകുന്നത്. ഇതിനെ കറുത്ത പക്ഷത്തിലേതെന്നും വെളുത്ത പക്ഷത്തിലേതെന്നും പറയപ്പെടുന്നു. പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ ദശാദോഷവും ജാതകദോഷവും മൂലമുണ്ടാകുന്ന ദോഷകാഠിന്യം കുറയുമെന്നാണ് വിശ്വാസം. പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്ന ദിവസങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ഫലങ്ങൾ കൊണ്ടുവരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവ എന്തെല്ലാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രദോഷ സന്ധ്യയിൽ പരമശിവൻ ശ്രീ പാർവതി ദേവിയുടെ സാമീപ്യത്തിൽ നടരാജനായി നൃത്തം ചെയ്യുന്നുവെന്നും സകല ദേവീദേവന്മാരും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രദോഷവ്രതം കൊണ്ട് ശിവപാർവതിമാരുടെ മാത്രമല്ല സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഉമാമഹേശ്വരന്മാർ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന പ്രദോഷ സന്ധ്യയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവപുരാണവും ശിവഭജനവും പാരായണം ചെയ്യുന്നതും ഉത്തമമായിരിക്കും. പഞ്ചാക്ഷരി മന്ത്രവും ശിവപഞ്ചാക്ഷരി സ്തോത്രവും ശിവസഹസ്രനാമവും ശിവാഷ്ടകവും ജപിച്ചുകൊണ്ട് പ്രദോഷദിനം മുഴുവൻ ശിവഭഗവാനെ പൂജിക്കണമെന്നാണ് പറയുന്നത്. കൂടാതെ പ്രദോഷത്തിന്റെ തലേ ദിവസം ഒരിക്കൽ മാത്രം പ്രദോഷ ദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാന് കൂവളത്തിന്റെ മാലയും എണ്ണയും സമർപ്പിക്കുകയും ജലധാര നടത്തുകയും ചെയ്യുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. പകൽ മുഴുവൻ ഉപവസിക്കുന്നത് തന്നെയാണ് ശുഭകാമ്യം എങ്കിലും അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നേദ്യച്ചോർ കഴിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. പ്രദോഷ ദിവസം വ്രതം നോൽക്കുന്നവർ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. കൂടാതെ സന്ധ്യസമയത്ത് കഴിവതും വ്രതമുള്ളവർ ക്ഷേത്രത്തിൽ പ്രദോഷ പൂജയിലും ദീപാരാധനയിലും പങ്കുകൊള്ളണം. ഭഗവാനെ നേദിക്കുന്ന കരിക്കിൽ നിന്നുള്ള ജലം സേവിച്ചുകൊണ്ടോ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അവിലോ മലരോ പഴമോ കൊണ്ടോ ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്നും ദീപാരാധന കഴിഞ്ഞിട്ട് ലഭിക്കുന്ന ചോറും ഉപവാസം അവസാനിപ്പിക്കാൻ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. പ്രദോഷം വരുന്ന ആഴ്ചയോടനുബന്ധിച്ച് സവിശേഷമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു. ഓരോ ദിവസവും വരുന്ന പ്രദോഷങ്ങളുടെ ഫലങ്ങൾ ഇങ്ങനെയാണ്. പ്രദോഷം ഞായറാഴ്ചയാണ് വരുന്നതെങ്കിൽ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനം കിട്ടുന്നതായും, ജാതകത്തിൽ സൂര്യന്റെ സ്ഥിതി കാരണമോ സൂര്യദശ കാരണമോ തടസ്സങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാകുന്നെങ്കിൽ ഞായറാഴ്ചയിലെ പ്രദോഷ വഴിപാടിലൂടെ അതിന് ശമനം കിട്ടുമെന്നും പറയപ്പെടുന്നു. കുടുംബത്തിന്റെ ഐക്യം ദൃഢപ്പെടാനും പിതൃവഴി ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടാനും സർവ്വമംഗളങ്ങളും ഉണ്ടാവാനും ഞായറാഴ്ചകളിലെ പ്രദോഷവ്രതം നിങ്ങളെ നയിക്കുന്നതായിരിക്കും. പരമേശ്വരന് ചന്ദ്രശേഖരൻ എന്ന് പേരുള്ളതിനാൽ തിങ്കളാഴ്ച ചന്ദ്രന്റെ ദിവസമാണ്. അതിനാൽ തിങ്കളാഴ്ച വരുന്ന പ്രദോഷത്തിന് ഏറെ സവിശേഷതയുണ്ട്. ചന്ദ്രൻ ബുദ്ധിയുടെ കാരകനാണ് എന്നതിനാൽ സോമവാര പ്രദോഷത്തിൽ പങ്കെടുക്കുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നു. മാനസിക രോഗങ്ങൾ അകലുകയും മാതാവിന്റെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ജാതകത്തിൽ ചന്ദ്രനാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ സോമവാര പ്രദോഷ വഴിപാട് അതിന് ശമനമേകുന്നതായും പറയപ്പെടുന്നു. ചൊവ്വാഴ്ച പ്രദോഷവ്രതം വരികയാണെങ്കിൽ എന്താണ് അതിന്റെ ഫലങ്ങൾ എന്ന് നോക്കാം. അങ്കാരകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചൊവ്വയുടെ ദിവസമാകിയാൽ അന്നേ ദിവസം വരുന്ന പ്രദോഷത്തിൽ ഋണം എന്ന കടം, രോഗങ്ങൾ എന്നിവ ശമിക്കാൻ ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾക്ക് തീർപ്പ് ലഭിക്കുകയും ചെയ്യും. ചൊവ്വാദോഷത്തിന്റെ കടുത്ത ദോഷങ്ങൾ അകലും. സഹോദരങ്ങൾക്കിടയിൽ ഐക്യം വളരുകയും ചെയ്യും. കുടുംബസ്വത്ത് ലഭിക്കുന്നതായിരിക്കും. ദാരിദ്ര്യം നിങ്ങളെ വിട്ട് അകലുന്നതായിരിക്കും എന്നതാണ് ചൊവ്വാഴ്ചകളിലെ പ്രദോഷവ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലങ്ങൾ. ഇനി ബുധനാഴ്ച പ്രദോഷം വരികയാണെങ്കിൽ വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജ്ഞാനത്തിന്റെ കാരകനായ ബുധന്റെ ദിവസമാണ് ബുധനാഴ്ച എന്നതിനാൽ ഈ ദിവസം വരുന്ന പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ വിദ്യാർത്ഥികളുടെ അറിവ് വർദ്ധിക്കുന്നതായും ജാതകത്തിലെ ബുധൻ മൂലമുള്ള ദോഷങ്ങൾ അകലുന്നതായും ഒപ്പം സന്താനപ്രാപ്തി ഉണ്ടാകുന്നതായും പറയപ്പെടുന്നു. ഇനി വ്യാഴാഴ്ച പ്രദോഷം വന്നാൽ വ്രതം അനുഷ്ഠിച്ചാൽ എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നോക്കാം. സർവഗ്രഹദോഷങ്ങളെയും തന്റെ നോട്ടം കൊണ്ട് അകറ്റുന്ന ബൃഹസ്പതിയുടെ ദിവസമാണ് വ്യാഴാഴ്ച. ഈ ദിവസം വരുന്ന പ്രദോഷത്തിന് സർവ്വദോഷങ്ങളെയും ശക്തിയുള്ളതായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല പരമശിവൻ തന്നെ ദക്ഷിണാമൂർത്തിയായി മൗനഗുരുവായി വിളങ്ങുന്നു എന്നതിനാൽ ഗുരുവാര പ്രദോഷം പങ്കെടുക്കുന്നത് സർവകലയിലും ജ്ഞാനസിദ്ധിയിലും നിങ്ങളെ മികച്ചവരാക്കും. ബുദ്ധിസാമർഥ്യം വർദ്ധിച്ച് ശുഭകാര്യങ്ങളും കരഗതമാകും. ഇനി വെള്ളിയാഴ്ചയാണ് പ്രദോഷം വരുന്നതെങ്കിൽ എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നോക്കാം. കളത്രക്കാരനായ ശുക്രന്റെ ദിവസമാണ് വെള്ളിയാഴ്ച. ആയതിനാൽ
വെള്ളിയാഴ്ച ദിവസം വരുന്ന പ്രദോഷവ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ കുടുംബ ഐക്യം വർദ്ധിക്കുന്നതായിരിക്കും. ദമ്പതിമാർക്കിടയിൽ സ്നേഹം നിലനിൽക്കും. മാത്രമല്ല, ബന്ധുക്കൾ തമ്മിലുള്ള ശത്രുത കുറയുകയും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതായി കണക്കാക്കപ്പെടുന്നു. വിവാഹ തടസ്സങ്ങൾ അകലുന്നതായും വെള്ളിയാഴ്ചത്തെ പ്രദോഷവ്രതത്തിന്റെ ഫലങ്ങളായി കണക്കാക്കപ്പെടുന്നവയിൽ ഒന്നാണ്. ഇനി ശനിയാഴ്ച വരുന്ന പ്രദോഷവ്രതം എന്തൊക്കെ ഫലങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നോക്കാം. ശനിയാഴ്ച വരുന്ന പ്രദോഷത്തിന് ശനി മഹാപ്രദോഷം എന്നാണ് പറയുന്നത്. ജാതകത്തിൽ എത്ര കടുത്ത ദോഷമുണ്ടെങ്കിലും അതിനുടൻ ശമനമേകാനുള്ള ശക്തി ശനി മഹാപ്രദോഷ ദർശനത്തിനുണ്ട്. ഒരേ സമയം ശിവന്റെയും ശനിയുടെയും ദിവസമാകിയാൽ ശനി പ്രദോഷം വളരെ പ്രത്യേകതയുള്ള പ്രദോഷമാണ്. പ്രദോഷങ്ങളിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള പ്രദോഷമായി ശനി പ്രദോഷത്തെ കണക്കാക്കുകയും ചെയ്യുന്നു. ഓരോ തവണയും ശനി പ്രദോഷ വഴിപാടുകളിൽ പങ്കെടുത്താൽ 108 പ്രാവശ്യം മറ്റുള്ള പ്രദോഷ നാളുകളിൽ പങ്കെടുത്ത ഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അത്രത്തോളം പ്രധാനമാണ് ശനിയാഴ്ച ദിവസത്തെ പ്രദോഷം. ശനി പ്രദോഷത്തിന്റെ മാഹാത്മ്യം ബ്രഹ്മദേവന് പോലും വിവരിക്കാനാവില്ലെന്ന് പ്രദോഷ മാഹാത്മ്യത്തിൽ പറയപ്പെടുന്നതായി കണക്കാക്കുന്നു.